ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് തൊടിയൂർ എന്ന സ്ഥലത്താണ്. അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണുക. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടിയൂർ പാലത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നപ്പം ഒരു ഭംഗിയുള്ളൊരു നായക്കുട്ടി നമ്മുടെ അടുക്ക വന്നിരുന്ന് എങ്ങനെയോ വളർത്തിയ നായ ഉപേക്ഷിച്ച് ഞാൻ തോന്നുന്നു. ഞാൻ 2-3 ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ റൂട്ടിലൂടെയാണ്. അപ്പം ഈ റോഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് 1-2 സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും നമുക്ക് വിശ്രമിക്കാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് പോയപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ പോയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ്. എന്തായാലും വെറുതെ ആയില്ല ഫ്രണ്ട്സ്. കാരണം അതേപോലെ മനോഹരമായ സ്ഥലങ്ങളാണ്, നല്ല കാറ്റാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും പോകാതിരിക്കരുത്. നമ്മൾ പോകണം. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കാണേണ്ട കാഴ്ചകളെല്ലാം കാണണം. കാരണം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ നല്ല രീതിയിൽ ആസ്വദിക്കുക. അടുത്ത ജന്മം നമ്മളുണ്ടോ, നമ്മൾ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, പുറകിലൊക്കെ നല്ല പാടവും നല്ല തോടും നല്ല വരമ്പും ഒരുപാട് നീർനായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നീർനായ്ക്കളൊക്കെ ഉണ്ട് അവിടെ. നല്ല ഭംഗിയുള്ള സ്ഥലം നോക്കിയാൽ ഈ മുളഞ്ചെല്ലികളൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച ഒന്ന് നോക്കിയാൽ നല്ല കാഴ്ച, അതിമനോഹരമായ കാഴ്ചയാണ്. അവിടെ ആണെങ്കിൽ നേരെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് നിലവിൽ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ നല്ല അന്തരീക്ഷം, ഞാൻ ആ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ ആ ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ, എന്ത് രസം ഇവിടെ ഇരിക്കാനും. അതുപോലെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന തൊടിയൂർ ഷാപ്പിലാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഉണ്ട്. നല്ല ഫാമിലിക്ക് വന്ന ഈ നല്ല അടിപൊളി ഫുഡുകളാണ് ഈ ഷാപ്പിലുള്ളത്. അത് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. നമ്മുടെ കായലല്ലല്ലോ, നമ്മുടെ കുഞ്ഞിനെയൊക്കെ തീരമാണ്. അതുകൊണ്ട് നല്ല കാറ്റാണ്. ഫാമിലിയായിട്ട് വന്ന് ആൾക്കാർ ഫുഡ് കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥലം വരെ വന്ന് നോക്കാനുള്ളേ ഉള്ളൂ. ഒരുപാട് കാറുകളും വണ്ടികളൊക്കെ ഇപ്പം ഇത്രയും സമയമായി, ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾ പറയുന്നത്. നല്ല ആളാണ്, ഞാൻ വന്നപ്പോൾ നല്ല ആളായിരുന്നു. അതുപോലെ എല്ലാ ഫുഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല കാറ്റാണ്, നല്ല പ്രകൃതി രമണീയ സ്ഥലമാണ്. നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഷാപ്പാണ്. ഷാപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നൊരു വഴിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, റബ്ബർ തോട്ടമാണ് ഇവിടെ എല്ലാം. അപ്പോൾ ആ ഷാപ്പിൽ നല്ല ഫുഡ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫാമിലീസ് ഒരുപാട് വന്നിട്ട് പോകുന്നുണ്ട്. ഉച്ചയ്ക്കടുത്ത ഭക്ഷണം കഴിക്കാനും അതുപോലെ ഒരുപാട് വണ്ടികളും കാറുകളും എല്ലാം വന്നിട്ട് പോകുന്നുണ്ട്. അതുപോലെ വരുന്നവരൊക്കെ ഏതാണ്ട് ഈ സ്ഥലത്തൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എന്തായാലും എനിക്ക് സ്പോട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണാം ബാക്കി കാഴ്ചകൾ. കണ്ടില്ലേ, കാറ്റാണ്, നല്ല സുഖമാണ്. കാറ്റ് കണ്ടില്ലേ, ഇവിടെ വന്ന് ഈ സമയത്ത് നമ്മൾ എത്ര ഉച്ചയ്ക്ക് എത്ര നല്ല വെയിലത്ത് വന്നിരുന്നാലും ഇവിടെ ചൂടറക്കി നല്ല അടിപൊളി കാറ്റ്. അപ്പോൾ ഇത് ഇക്കരെയാണ്. ഇക്കരെ പാകിട്ട് റോഡാണ് കേട്ടോ, വണ്ടി പോകുന്നില്ല. റോഡാണ്. അതിന് അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാണിക്കാം. ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. നോക്കിയാൽ നല്ല കാറ്റാണ്. ഇവിടെ ഈ ആൾക്കാർ ആൾക്കാർ ഇരുന്നിട്ട് അത്രയും കാറ്റൊക്കെ കൊണ്ടിട്ട് ആൾക്കാർ ഒരുപാട് കാർ തോട്ടമാണ്, റബ്ബർ മരമാണ്. അങ്ങനെ അടിപൊളിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും മടിക്കുന്നുണ്ട്. ഇവിടെ എത്ര നേരം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ ആ ചൂടെന്ന് പറയുന്നില്ല, നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ വേസ്റ്റായിട്ടുള്ള ഒരു കാര്യം അതില്ലെങ്കിൽ ഈ വേസ്റ്റായിട്ടുള്ള നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലിക്കർ കുപ്പികളോ അല്ലെങ്കിൽ മറ്റ് സിഗരറ്റ് കുറ്റികളോ അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ കവറുകളോ ബീഡി കവറുകളോ അല്ലെങ്കിൽ മറ്റ് ഹാൻഡ്സോ പാറ്റേജോ അങ്ങനെയൊക്കെ സംഭവത്തിൻ്റെ ഒന്നും കവറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കുന്ന, സാധാരണ ഫാമിലീസ് വന്നിട്ട് വെള്ളം കുടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ മാത്രം കിടപ്പുണ്ട്. അല്ലെങ്കിൽ വേറെ ഒന്നും. ഫാമിലിയുടെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് അധികം കുപ്പികളോ അഴുക്കുകളോ ഒക്കെ ഇല്ല. ഒരു 3-4 കുപ്പികൾ അത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി, അല്ലാതെ ലിക്കർ കുപ്പികളോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്ന് നിൽക്കുന്നത് വേറെ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹോട്ടലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്, റെസ്റ്റോറൻ്റ് ആയിരുന്നു പറഞ്ഞത്. അപ്പം ഇതിപ്പം പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടെ നല്ല മുളയിൽ തീർത്ത ഒരുപാട് ഇരിപ്പിടങ്ങളും നല്ല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം ആണെങ്കിൽ അത് അടച്ചിട്ടിരിക്കുന്നത്. അപ്പം തിരക്കിയപ്പം അത് ഇവിടെ ഇപ്പം പ്രവർത്തനരഹിതമാണ്. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഒരുപാട് ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഷാപ്പും അരിപ്പുറത്ത് റബ്ബർ തോട്ടം, അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. പക്ഷെ എനിക്കത് പോകാനോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ അക്കരയിൽ നിന്ന് ഇക്കരെ വന്നിരിക്കുകയാണ്. ഇക്കരയിലെ റൂട്ടാണ്. നമ്മുടെ മുമ്പ് കണ്ട ഷാപ്പ് തന്നെ അതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. മറ്റേതിനെക്കാൾ ഇച്ചിരി ഭംഗി കൂടുതൽ ഇവിടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈ സന്ധ്യ ആകുമ്പോൾ ആൾക്കാർ ഇവിടെ എല്ലാം വന്നിരിക്കാറുണ്ട്. നല്ല കാഴ്ചയാണ്. സൂര്യാസ്തമനം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് ഉദയം നമുക്ക് കാണാം. എന്നാലും അസ്തമനം നല്ല ഭംഗിയായിട്ട് അവിടെ കാണാം. നല്ല രസമാണ്. ഈ പ്രതിബിംബം നമ്മുടെ ഈ വെള്ളത്തിലേട്ടൊക്കെ അടിക്കുമ്പോൾ നല്ല അടിപൊളി രസമാണ് കാണാൻ. ഈ പിച്ചിങ്ങിൽ മൊത്തം ആൾക്കാർ വൈകുന്നേരം വന്നിരിക്കാറുണ്ട്. അതുപോലെ കാറുകൾ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകുമ്പം വലിയ അടിപൊളിയായിട്ടുള്ള റബ്ബർ തോട്ടവും അതുപോലെ തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം മാഞ്ചികമാണ്. മാഞ്ചികത്തിന്റെ മരങ്ങളാണ്. നമ്മളൊരു കാട്ടിൽ പോകുന്ന പ്രതീതിയാണ് ഇവിടെ. നല്ല തണലും നല്ല കാറ്റും. ഇതൊക്കെ റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു എസ്റ്റേറ്റ് ആണ് ഇത്. പക്ഷെ ഇപ്പൊ എസ്റ്റേറ്റ് നിലവിലില്ല. ഇപ്പൊ എസ്റ്റേറ്റ് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ എസ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ സംബറിം മധ്യലേവനകത്ത് ജയറാമിന്റെ തുറന്ന ഭൂമി പോലാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആളൊന്നുമില്ല. എങ്കിലും നമുക്കൊരു മര്യാദയില്ലേ. അപ്പോൾ ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്ഥലം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് തൊടിയൂർ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളി പുതിയകാവ് ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും ആലപ്പുഴയിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റിലേക്കും കൊല്ലം ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ റൈറ്റിലേക്കും ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊടിയൂരെത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സ്ഥലങ്ങളെല്ലാം നമ്മൾ പകർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ.